ഇനി പറയുന്നത് ട്രെയിൻ യാത്ര ചെയ്യുന്ന അടിസ്ഥാനത്തിലുള്ള വിവിധതരം റെയിൽവേ പാതയാണ്. ഡബിൾ ലൈൻ, സിംഗിൾ ലൈൻ, ട്വിൻ സിംഗിൾ ലൈൻ എന്നിവയാണവ. അതിനു മുൻ ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെയിനുകൾക്ക് ഇരുവശത്തേക്കും സഞ്ചരിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്കാണ്. സിംഗിൾ ലൈൻ എന്നാൽ ട്രെയിനുകൾ ഇരു ദിശകളിലേക്കും സഞ്ചരിക്കുന്നതിനുള്ള മാർഗമാണ് സിംഗിൾ ലൈൻ. അവിടെ ഒരു റെയിൽവേ ട്രാക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് 2 സ്റ്റേഷനായിട്ട് കണ്ടാൽ മതി. ഒന്നാമത്തെ സ്റ്റേഷനും പിന്നെ രണ്ടാമത്തെ സ്റ്റേഷനും. ഒന്നാമത്തെ സ്റ്റേഷനിലെ ട്രെയിനും രണ്ടാമത്തെ സ്റ്റേഷനിലെ ട്രെയിനും ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഈ 2 ട്രെയിനുകളിൽ ഏതെങ്കിലും ഒന്നിനെ ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ടതിന് ശേഷം മറ്റേതിനെ ഈ ട്രാക്കിൽ കൂടി കടത്തിവിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഈ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ മറ്റേതിനെ മറു സൈഡിലേക്ക് കടത്തിവിടും. അതുവരെ മറ്റുള്ള ട്രെയിനുകളെ ഏതെങ്കിലും സ്റ്റേഷനുകളിൽ പിടിച്ചിടും. അങ്ങനെ പിടിച്ചിട്ട് ഒരു ട്രെയിനെ കടത്തിവിടുന്നത് കൊണ്ട് ഇതിനെ സിംഗിൾ ലൈൻ ട്രാഫിക് എന്ന് പറയുന്നു. അങ്ങനെയാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എറണാകുളത്ത് നിന്ന് ചേർത്തല വഴി ആലപ്പുഴ ഭാഗത്തൂടെ പോകുന്ന സിംഗിൾ ലൈനാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഒറ്റ റെയിൽവേ ട്രാക്കിലൂടെ മാത്രമാണ് ഇരു ദിശകളിലേക്കും ട്രെയിനുകൾ കടന്നു പോകുന്നത്. അങ്ങനെയാണ് ഇതിലൂടെ ട്രെയിൻ പാസിങ്. സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഈ ഇരു സൈഡിലേക്കും ഈ ഒരൊറ്റ റെയിൽവേ ട്രാക്കിലൂടെ തന്നെയാണ് ട്രെയിനുകൾ കടന്നു പോകുന്നത്. ഇത് എറണാകുളം ഭാഗത്തേക്കുള്ള ദിശയാണ് ആ കാണുന്നത്. ഇത് ആലപ്പുഴ ഭാഗത്തേക്കുള്ള ഈ പാതയുടെ ഡയറക്ഷനാണ്. ഇങ്ങനെയാണ് ഈ റെയിൽവേ പാതയുടെ ദിശ. ആലപ്പുഴ ഭാഗത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. എറണാകുളം ഭാഗത്തു നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ട്രെയിനും കൂടെ കടന്നു പോകുന്നതാണ് കാണുന്നത്. എറണാകുളം സൈഡിൽ നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് ഒരു ട്രെയിൻ കടന്നു വരികയാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇങ്ങനെയാണ് സിംഗിൾ ലൈൻ റെയിൽവേ ട്രാക്കുകളിൽ ട്രെയിനുകൾ പാസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇരട്ടപ്പാതയുടെ ഒരു ഘടന. ഡബിൾ ലൈൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനെ ഒരു സൈഡിലേക്ക് മാത്രം കടത്തിവിടും. മറ്റുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ട്രെയിനുകളെ ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാത്രം കടത്തിവിടും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇങ്ങനെ വരുമ്പോൾ സിംഗിൾ ലൈനെ പോലെയുള്ള സിംഗിൾ ലൈൻ ട്രാഫിക്കിൻ്റെ പ്രശ്നം വരുന്നില്ല. എല്ലാ ട്രെയിനുകളെയും യഥേഷ്ടം കടത്തിവിടാം. സ്റ്റേഷനുകളിൽ പിടിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല. ഈ ട്രെയിൻ ഈ ദിശയിലേക്ക് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാത്രമേ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. ഇതിനെ അപ്പ് ലൈൻ, ഡൗൺ ലൈൻ എന്നിങ്ങനെയാണ് പറയുന്നത്. ലൈൻ എന്നതുകൊണ്ട് ട്രെയിന് സഞ്ചരിക്കാനുള്ള മാർഗം എന്നത് മാത്രമാണ്. ഇതിനെയാണ് ഡബിൾ ലൈൻ സ്ട്രക്ചർ എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. കോട്ടയം കഞ്ഞിക്കുഴിക്ക് സമീപമുള്ള ഡബിൾ ലൈൻ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതിൽ ഒരു ട്രാക്കിലൂടെ ട്രെയിൻ ഒരു ദിശയിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിലെ ട്രാക്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ ട്രെയിൻ പോവുകയുള്ളൂ. ഇത് അപ്പ് ലൈൻ, ഡൗൺ ലൈൻ എന്ന രീതിയിൽ ഉപയോഗിച്ചാണ് പറയുന്നത്. ഞാൻ നിൽക്കുന്ന സൈഡിലുള്ള ഈ റെയിൽവേ ട്രാക്കിനെ അപ്പ് ലൈനായിട്ട് പറയുകയാണെങ്കിൽ അത് കൊല്ലം ഭാഗത്തു നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ട്രെയിനുകളെല്ലാം ഈ ലൈൻ ട്രാക്കിലൂടെയാണ് പോകുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തു നിന്ന് വടക്കോട്ടുള്ള ട്രെയിനുകൾ ഈ അപ്പ് ലൈൻ എന്ന് പറയുന്ന ട്രാക്കിലൂടെ മാത്രമേ പോവുകയുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിലുള്ള ട്രാക്കിലൂടെ കോട്ടയം ഭാഗത്തു നിന്ന് കൊല്ലം, തിരുവനന്തപുരം, കന്യാകുമാരി ഭാഗത്തേക്കൊക്കെയാണ് ട്രെയിൻ പോകുന്നത്. ഡൗൺ ലൈൻ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഡൗൺ ലൈൻ അങ്ങനെയാണ് പറയുന്നത്. ഒന്ന് അപ്പ് ലൈനും ഒന്ന് ഡൗൺ ലൈനും ആ രീതിയിലാണ് പറയുന്നത്. കന്യാകുമാരിയിൽ നിന്ന് പൂന വരെ പോകുന്ന കന്യാകുമാരി പൂനെ എക്സ്പ്രസ് കോട്ടയം ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പ് ലൈനിലൂടെ പോവുകയാണ്.
കോട്ടയം ഭാഗത്തേക്ക് പോവുകയാണ്. കുറച്ച് മുമ്പ് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് കോട്ടയം ഭാഗത്തേക്ക് പോയ അതേ ട്രാക്കിലൂടെ അതേ ഡയറക്ഷനിലേക്കാണ്, വടക്കോട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിക്ക് പോകുന്ന കേരള എക്സ്പ്രസ് കോട്ടയം ഭാഗത്തേക്ക് പോകുന്നത്. കന്യാകുമാരി പൂനെ എക്സ്പ്രസ് കടന്നുപോയ അതേ ഡയറക്ഷനിലേക്ക് തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ്സും കോട്ടയത്തേക്ക് കടന്നു പോവുകയാണ്. എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി കായംകുളം കൂടി കൊല്ലം വരെ പോകുന്ന മെമു ഡൗൺ ട്രാക്കിലൂടെ കൊല്ലം ഭാഗത്തേക്ക് പോവുകയാണ്. തൊട്ട് മുമ്പ് എറണാകുളം കൊല്ലം മെമു കായംകുളം കൊല്ലം ഭാഗത്തേക്ക് പോയ അതേ ട്രാക്കിലൂടെ, അതേ ഡൗൺ ട്രാക്കിലൂടെ മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് കോട്ടയത്ത് നിന്ന് വരികയാണ്. ഡൗൺ ട്രാക്കിലൂടെ തന്നെയാണ് വരുന്നത്. ഇരു ട്രാക്കുകളിലും വിപരീത ദിശകളിലേക്ക് ഈ 2 ട്രെയിൻ വീതം കടന്നു പോകുന്നത് കണ്ടു. വടക്കോട്ടുള്ള ട്രെയിനുകൾ 2 അപ്പ് ലൈനിലൂടെയും തെക്ക് ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 2 ഡൗൺ ലൈനിലൂടെയും പോകുന്നത് കണ്ടു. പോയി. അടുത്തത് ട്വിൻ സിംഗിൾ ലൈനാണ്. ഇത് ജസ്റ്റ് പറഞ്ഞു പോകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഉപയോഗിക്കുന്നുള്ളൂ. ഇരട്ട സിംഗിൾ ലൈൻ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ട്വിൻ സിംഗിൾ ലൈൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇരട്ട സിംഗിൾ ലൈൻ എന്ന് തന്നെയാണ്. ഒരു സിംഗിൾ ലൈൻ എന്ന് പറയുമ്പോൾ ഇരു ദിശകളിലേക്കും ട്രെയിൻ പോകും. അതുപോലെ ഇരു ദിശകളിലേക്കും ട്രെയിൻ പോകുന്ന 2 സിംഗിൾ ലൈനുകൾ ചേർന്നതാണ് ഇതിനകത്ത് പറയുന്നതിൻ്റെ രീതി. 2 സിംഗിൾ ലൈൻ ഇരു ദിശകളിലേക്കും ഇതിൻ്റെ 2 ട്രാക്കിലൂടെയും ട്രെയിൻ ഇരു ദിശകളിലേക്കും കടന്നു പോകുന്നുണ്ട്. ഇതുവഴി ഇരു ദിശകളിലേക്കും കടന്നു പോകും. അടുത്തതിനകത്തും ഇരു ദിശകളിലേക്കും കടന്നു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന. എ ലൈൻ, ബി ലൈൻ എന്ന 2 രീതിയിലാണ് ഇതിനെ തരംതിരിച്ച് പറയുന്നത്. റെയിൽവേ മേഖലയിൽ ചില കൂടുതൽ തിരക്കുള്ള ട്രെയിനുകളുടെ തിരക്കുകൾ കൂടുതലുള്ള മേഖലയിൽ ആണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഘടന. ഇത് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി.